ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിം ഫ്രീ ഫയർ ആണ്. ഫ്രീ ഫയർ ക്ലാഷ് സ്ക്വാഡാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ നൈസിന് ആദ്യം തന്നെ ക്യാരക്ടറിനൊക്കെ മാറ്റാൻ പോവുക. നൂബിനെ ലോബാക്കാൻ പറ്റൂലേ? ഒക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അതാണ് നമ്മൾ. അയ്യോ ഗൈസ്, നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ കുറവാണ്. എന്തായാലും ഈ ഒരു ക്ലാഷ് സ്ക്വാഡ് കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു ഗേളിനെ അൺലോക്ക് ആക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും എല്ലാം ഒക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ കൃത്യമായി വരുള്ളൂ. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ട്രബിളൊക്കെ എടുത്തിട്ടാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നെറ്റും കളഞ്ഞുകൊണ്ട് ചെയ്യണില്ലേ, അത് കാരണം നിങ്ങളൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ക്ലാഷ് സ്ക്വാഡ് നിങ്ങൾ ലൈവ് ഇറക്കാൻ പറയുകയാണെങ്കിൽ ചെയ്തു തരാം. വേറെ ഗെയിംസ് നിങ്ങൾ പ്ലേ ചെയ്യാൻ കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മളത് എത്തിക്കണമായിരിക്കും, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞു. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒയ്യോ ഗൈസ്, നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഡെഡായി. പക്ഷേ നമ്മൾ തൽക്കാലം ഇനി ഗീവപ്പ് കൊടുക്കാം. നമുക്ക് അടുത്ത കളി പിടിക്കാം. ആ ലൊക്കേഷനിൽ തന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു, ഞാനത് കാര്യമൊക്കെയില്ല, അതാണ് പ്രശ്നം പറ്റിയത്. ഇവൻ കൃത്യമായിട്ട് ചാവൂലേ? അവനെ ഇച്ചിരിയെങ്കിലും നിന്നിട്ട് കളിക്കറിയാം. ബെസ്റ്റ്. അവൻ ക്ലാഷ് സ്ക്വാഡിൽ വീണ്. ഓക്കെ, ഇനി അവനെ കൂടി ഉള്ളു. ബ്രോ അടിയുണ്ടാക്കണ്ട. ക്ലാഷ് സ്ക്വാഡിൽ എല്ലാം വളഞ്ഞിട്ട് അവനെ അടിച്ചിട്ട് വന്നു. അവന് 99 ഉണ്ടായിരുന്നു. ഒരു ഹെഡ് ഷോട്ട് കൊടുക്കുകയാണെങ്കിൽ തീരും. പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഫ്രീ ഫയറിലെ ഹാക്കർ കോഡൊക്കെ പറഞ്ഞു തരാം. വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. ലൈവ് ആണെങ്കിലും ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ മതി. നമുക്ക് മാക്സിമം എത്തിക്കാൻ പറ്റുന്ന അത്രത്തോളം നമ്മൾ നോക്കും. കഴിയും നിങ്ങൾ കമൻ്റ് ഇട്ടാൽ പിന്നെ നമ്മൾ ചെയ്യാതിരിക്കുമോ? ഓക്കെ ഗൈസ്, നമ്മൾ റേഞ്ച് മാറ്റി വെച്ചു. അപ്പം ഞാൻ നൈസിന് ഈ ഫ്രീ ഫയറിൽ എനിക്ക് പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാംസങ് ആണ്. സ്മൂത്ത് കുഴപ്പമില്ലാത്തതാണ്. 1 ടാപ്പൊക്കെ അടിക്കണമെന്ന് തോന്നുന്നു. എനിക്കപ്പം മുന്നേ ഗ്രിപ്പ് കിട്ടില്ല, അടിക്കാനായിട്ടുള്ളൊരു ടൈമിങ് ഒന്നും കിട്ടില്ല. അതാണ് സത്യം പറഞ്ഞാൽ നടന്നത്. എന്തായാലും നമുക്ക് അടിക്കാൻ പറ്റുന്ന അത്രത്തോളം മാക്സിമം ട്രൈ ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ ചെറിയൊരു ഹെഡ് ഷോട്ട് അവന് കൊടുത്തു. അപ്പം തന്നെ 2-3 എണ്ണം ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡൗൺ ആയത് കൂടെ ഒരുത്തന്നെ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ ബോയ്, നമ്മളെ വിക്ടറി അടിച്ചിട്ടുണ്ട്. നമുക്ക് AMW എടുക്കണം. അതിനെടുക്കേണ്ട ആവശ്യമുണ്ട്, അത് സത്യം പറഞ്ഞാൽ. ഓക്കെ, നമുക്കിപ്പോൾ AMW എടുക്കാനുള്ള ഇത് കിട്ടി. എനിക്ക് മുമ്പൊരു പ്രോ അക്കൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് പോയി. അപ്പോൾ തൽക്കാലം അത് ക്രാഷായി പോയെന്നാണ് തോന്നുന്നത്. അപ്പം എനിക്ക് സ്കൈലറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ഓക്കെ കേട്ടോ ഗൈസ്, ഞാൻ തന്നെ ഐസിന് കിടന്നിട്ട് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് നോക്കുവാണ്, ഏതെങ്കിലും എനിമീസ് ചാടി വരുന്നുണ്ടോ എന്നൊക്കെ. അങ്ങോട്ടേക്ക് കടന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്ക് പിടിയില്ല. ഓക്കെ, അവിടെയാണ് എനിമി ഉള്ളതെന്നാണ്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ വെറുതെ നിന്നിട്ട് കാര്യമില്ല. ഞാനും കൂടി ചെന്ന് അടിച്ചാൽ മാത്രമാണ് ചെക്കന്മാർ ചാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനും പോവാ. ഓക്കെ, ഇഷ്ടം പോലെ എനിമീസ് ചെറ അടിക്കണുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ AM ഉണ്ട്.
അവന്മാര് കില്ല് ചെയ്തെന്നാണ് അവനെ. ഓക്കെ, നമ്മളപ്പോൾ ഒരുത്തനെ ഡൗൺ ആക്കി ഇട്ടിട്ടുണ്ട്. ആ ഓക്കെ ഗൈസ്, അവിടെ തന്നെ ഒരുത്തനുണ്ട്. യെസ്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ മെമ്പറൊന്നും ആയിട്ടില്ല. മെമ്പർ ആവണം ഇനി. നമ്മൾ വീണ്ടും ഒരു AM അടിക്കാൻ വേണ്ടി പോകണം. പക്ഷെ എനിക്ക് മെഡിക്കറ്റ് ഇരിക്കട്ടെ. അടുത്ത പ്രാവശ്യം എനിക്ക് മറ്റേ ഇത് വാങ്ങിക്കണം, ഡെസേർട്ട് ഈഗിൾ. ഇപ്പം ഈ AMW വെച്ച് തന്നെ അടിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. വുഡ്പെക്കർ വരുമെന്ന് പറഞ്ഞൂടാ. വുഡ്പെക്കർ അടുത്ത കളിയിൽ ലൈവ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ലോങ് റേഞ്ചിലാണ് അടിച്ചത്. ഓക്കെ, ഒരുത്തന്നെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഡൗൺ അല്ല, നല്ല ഡാമേജാണ് കൊടുത്തത്. ഒക്കെ ഞാൻ പെട്ടെന്ന് അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് ചെക്കനെ. അപ്പോൾ അതേന് ഒരുത്തൻ അവിടെ നിന്നേ അടിച്ചു തുടങ്ങി. എനിക്ക് ബോംബ് ചെയ്തപ്പോൾ മനസ്സിലായി എവിടെയാണ് എനിമീസ് ഉള്ളത്. ഞാനപ്പോൾ നൈസിന് പുറകിൽ നിന്ന് കയറി അടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കയറുവാണ് കേട്ടോ. എനിമി ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പുറത്തേലാണ്. ഓക്കെ, ഇവിടെ എനിമി നൈസിന് ഡെഡ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് ഡെസേർട്ട് ഈഗിളാണ്. ഒന്ന് ഓർത്ത് വെച്ചോ. ഡെസേർട്ട് ഈഗിൾ എടുക്കാനുള്ള പൈസ ഇപ്പം ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് ശരി ഗൈസ്, നമ്മൾ നമ്മുടെ കയ്യിൽ ഡെസേർട്ട് ഈഗിൾ ഇതിനകത്ത് അലൗഡല്ല. അത് കാരണം നമുക്ക് അങ്ങനെ അടിക്കാൻ ഇച്ചിരി പാടാണ്. അത് കാരണം തൽക്കാലം ഞാൻ ഇതെടുക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഹെൽത്തിൻ്റെ ഇതൊക്കെ ഇനി വാങ്ങിക്കണം. അയ്യോ അയ്യോ, അടന്നടി. എടാ ലോങ് റേഞ്ചിൽ അടിക്കടാ. അവൻ്റെ റേഞ്ച് കുറവാന്ന്. ഈ കണ്ട റേഞ്ച് പോരാ. എടാ റേഞ്ച് പോരടാ. അവൻ തലക്കെട്ട് അടിക്കൂട്ടോ സ്നൈപ്പറും കൊണ്ട്. എനിക്ക് അന്നേരം യൂസ് ചെയ്യാൻ, പക്ഷെ ചട പറയാന്ന് ഞാൻ അവനെ കണ്ടില്ല. AM ചെയ്തപ്പോഴും അവനെ ഞാൻ കണ്ടില്ല. ബെസ്റ്റ്. കുഴപ്പമില്ലടാ, അമ്മമാർ ഒരു റൗണ്ട് അടിച്ചോട്ടെ, പ്രശ്നമില്ല. ബാക്കിയുള്ളതെല്ലാം നമുക്ക് എടുക്കാമല്ലോ. ആർമാദിപ്പിക്കണ്ട, ഇപ്പം തന്നെ ആർമാദിപ്പിക്കാം. അപ്പം നമ്മൾ നൈസിന് AM പിന്നെ ഞാൻ നൈസിന് നമ്മുടെ ഇതും എടുക്കുകയാണ്. അതാകുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാൻ, മറ്റേ ഇത് ഡെസേർട്ട് ഈഗിൾ ഇല്ലാത്തതുകൊണ്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതെടുത്തത്. ചുമ്മാ കിടക്കട്ടെ. അയ്യോ, അതെടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ നൈസിന് പോവാണ്. സൈഡിൽ വല്ല ഒളിച്ച് നിൽക്കണുണ്ടാവും മാക്രികളാ. അയ്യോ, ലോങ് റേഞ്ച് ലോങ് റേഞ്ച്. അയ്യോ, ലോങ് റേഞ്ച്. ഓ മോനെ, അത് വമ്പം കളിയായി പോയി. ശരി, ലോങ് റേഞ്ച് കാര്യങ്ങളും അടിച്ചതാണ്, പക്ഷെ ഗ്രിപ്പ് കിട്ടിയില്ല. അപ്പോഴായി ഗ്രിപ്പ് വരികയെന്നൊരു പിടിയില്ലല്ലോ. ഇതുണ്ടോ? അതൊന്നുമില്ല. ഇതാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും നമ്മൾ സത്യം പറഞ്ഞാൽ എടുത്തു. ഇപ്പോൾ ഇനി ചെന്ന് അടിച്ചാൽ മതി. അത് ഇവിടെ നിന്നാണ് അടിച്ചേ. കാണാനും കൂടി പറ്റൂല എന്നല്ലോ.
പറ്റൂല എന്നൊന്നുമല്ലല്ലോ, പറ്റിയില്ല എന്നല്ലോ. നമ്മൾ മിക്കവാറൊന്ന് അവളെ ഓപ്പൺ ആക്കും. ഞാനല്ലേ കളിക്കണേ, കളിക്കുന്നു പറയും. ആ ഓക്കെ ഓക്കെ സറാ ഒരടി നോക്കി, അപ്പോൾ തന്നെ രണ്ടെണ്ണം പെടന്നിട്ടില്ല. ഞാൻ അതേപോലെ മറ്റേ ഒരു ഗ്രിപ്പ് അടിച്ച് വീഴ്ത്തി. എനിക്കറിയാം ഇനി അവൻ എവിടെയാണ്. അയ്യോ അടുത്ത കളി നമുക്ക് നോക്കാം. എൻ്റെ സത്യം പറഞ്ഞാൽ ഗ്രിപ്പ് കിട്ടാത്തല്ല, അവന്മാർ പെട്ടെന്ന് ചാടി അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമ്മുടെ വേറൊരു ടീമിനെ അടിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഗേളിനൊന്ന് അൺലോക്ക് ആക്കിയിട്ട് വരാം. പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്കിപ്പോൾ പോയി പൈസ കിട്ടിയില്ലേ? തിമ്മേ വന്നാൽ മതിയെന്ന്. ബ്രോ വന്നിട്ടില്ല. ഓക്കെ ഗൈസ്, ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആയിപ്പോയി. ലൈവൊക്കെ പെട്ടെന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.